ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ 7 മലയാളം സീസൺ 7 ആണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഹിന്ദിയിലും മറ്റ് ഭാഷകളിലൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. അതിനുശേഷം മലയാളത്തിലേക്ക് ഈ പ്രോഗ്രാം വന്നപ്പോൾ ഇതാര് ആങ്കർ ചെയ്യും, ഇത് ഏത് രീതിയിലായിരിക്കും മലയാളികൾ ഇതിനെ സ്വീകരിക്കുക എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മോഹൻലാൽ ഈ പ്രോഗ്രാമിൻ്റെ ആങ്കറായിട്ട് വരുന്നു. സാബുമോൻ അടക്കമുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള താരങ്ങളെ ആദ്യഘട്ടത്തിൽ കൊണ്ടുവരുന്നു. ആദ്യഘട്ടത്തിൽ കൂടുതലും സെലിബ്രിറ്റീസ് ആയിരുന്നു വന്നിരുന്നത്. സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ ഈ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെയുള്ള ആളുകളെ ഈ പരിപാടിയുടെ ഭാഗമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കുന്ന പ്രതിഫലവും അതിഭീകരമായിരിക്കും. ഈ ഡെയിലി ആണ് ഇവർക്കെല്ലാവർക്കും പേയ്മെൻറ്റ് നിശ്ചയിക്കുക. അപ്പോൾ അത്തരത്തിൽ രേണു സുധി ഉൾപ്പെടെയുള്ള താരങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ 7 ചോദിച്ചതും അവർക്ക് ബിഗ് ബോസ് നൽകിയിട്ടുള്ളതുമായിട്ടുള്ള പ്രതിഫലം ഈ ഒരു ഘട്ടത്തിൽ വലിയ ചർച്ചയാവുന്നുണ്ട്. കാരണം ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ആഴ്ചകളിൽ അവരുടെ പ്രകടനത്തോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കാൻ സാധ്യതയുള്ള തുകകളെക്കുറിച്ചുള്ള പ്രഡിക്ഷൻ അടുത്ത ലിസ്റ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു കാര്യമാണ് ഇത്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ പ്രധാനമായിട്ടും ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് രേണു സുധി. രേണു സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരിച്ച മിമിക്രി കലാകാരൻ സുധിയുടെ ഭാര്യയാണ് രേണു. സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം ഈ രേണു പിന്നീട് ഫോട്ടോഷൂട്ടും ഈ വൈറൽ കണ്ടൻറ്റും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ബിഗ് ബോസ് രേണു സുധിയെ അവരുടെ ഷോയുടെ ഭാഗമാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ രേണു സുധിയും ബിഗ് ബോസിൽ എത്തിച്ചേരുക എന്നതൊക്കെ തന്നെയാണ് അവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്നുള്ളത് പല ഘട്ടങ്ങളിലും പറഞ്ഞതായിട്ട് നമുക്കറിയാം. അപ്പോൾ പക്ഷേ ഈ ബിഗ് ബോസ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത സ്ഥിതിക്ക് രേണു സുധി ബിഗ് ബോസിനടുത്ത് ആവശ്യപ്പെട്ടത് പെർ ഡേ 1 lakh rupees ആണ് എന്നാണ് ഈ രേണു സുധീൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഇപ്പോൾ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.